പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ച പാകിസ്ഥാനിൽ പുരോഗമിക്കുകയാണ്. അമേരിക്ക, ഇറാൻ പ്രതിനിധി സംഘങ്ങൾ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിലാണ് ചർച്ച നടത്തുന്നത്. ചർച്ചകൾക്ക് മുന്നോടിയായി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് പാക് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. യുദ്ധക്കെടുതിയിലെ നഷ്ടവും ഹോർമുസിൽ പരിപൂർണ അധികാരവുമാണ് ഇറാന്റെ ആവശ്യം. PV വിനോദ് വിശദാംശങ്ങളുമായി ചേരുന്നു. വിനോദ്, പശ്ചിമേഷ്യയിൽ സമാധാനം പുലരുമോ, ഉണ്ടാകുമോ? ഇതാണ് ലോകരാജ്യങ്ങളെല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന കാര്യം. നിലവിൽ ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിബന്ധനകൾ ഈ ചർച്ചയ്ക്ക് വെല്ലുവിളിയാകുമോ എന്ന ആശങ്കയുണ്ട്. എന്താണ് ചർച്ചയിലെ പുരോഗതി? സൈത്ത്, ഇസ്ലാമാബാദിലേക്കാണ് ഇപ്പോൾ ലോകത്തിൻ്റെ കണ്ണ്. എല്ലാ ലോകരാജ്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഇപ്പോഴത്തെ ഈ നീക്കങ്ങളെ കാണുന്നത്. പക്ഷേ ഈ ചർച്ച എത്രമാത്രം ഫലപ്രദമാകും എന്ന കാര്യത്തിൽ ഇപ്പോഴും ആശങ്കയുണ്ട്. അമേരിക്കയിൽ നിന്നും അതോടൊപ്പം തന്നെ ഇറാനിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങൾ പാകിസ്ഥാനിലെത്തുന്നു. അവിടെ ഇസ്ലാമാബാദിൽ ചർച്ച പുരോഗമിക്കുമ്പോഴും ഇതിൽ ഉയർന്നു വരുന്ന വാദങ്ങൾ അത് ഒരു തരത്തിലും ഇതുവരെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ ഏതെങ്കിലും തരത്തിലൊരു സമവായത്തിലേക്ക് പോകുന്ന തരത്തിലുള്ള ഒരു സൂചനകളും വരുന്നില്ല. ചർച്ചയുടെ പ്രാഥമിക ഘട്ടമാണ്. പക്ഷേ ഇപ്പോഴും പുറത്ത് വെല്ലുവിളികൾ തുടരുന്നു എന്നതാണ് ഈ ചർച്ചയിൽ കല്ലുകടിയായി മാറുന്നത്. അനുരഞ്ജനത്തിൻ്റെ പാത സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഒരു ചർച്ച നടക്കുമ്പോൾ ട്രംപ് ഒരു വശത്ത് വെല്ലുവിളിക്കുന്നു, അതോടൊപ്പം തന്നെ മുസ്തഫ ഖമേനി മറ്റൊരു വശത്ത് വെല്ലുവിളിയുമായി നിൽക്കുന്നു. മാത്രമല്ല, ഈ ഇരു രാജ്യങ്ങളും അവരുടെ നിലപാടുകളിൽ തെല്ലും പുറകോട്ട് പോകുന്നില്ല എന്നത് തന്നെയാണ് സങ്കീർണമായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചർച്ച എത്ര കണ്ട് വിജയിക്കുമെന്നതിൽ വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പ്രധാനമായും ഇറാൻ്റെ ആവശ്യമായി നിലനിൽക്കുന്നത് ഹോർമൂസിൽ അവർക്ക് ഉള്ള അധികാരം അത് അങ്ങനെ പരിപൂർണ അധികാരമായി തന്നെ നിലനിൽക്കണമെന്നതാണ്. പക്ഷേ നമുക്കറിയാം, ട്രംപ് തുടക്കം മുതൽ തന്നെ ഉന്നയിച്ച ഒരു കാര്യം ഹോർമൂസിൽ അമേരിക്കയ്ക്ക് കൂടി നിയന്ത്രണം വേണമെന്ന ഒരു ആവശ്യമാണ്.